ഹലോ കൂട്ടുകാരെ, ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കടയിൽ നിന്ന് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർന്ന ഫ്രൂട്ട് മേടിച്ചു കൊടുക്കാതെ വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ മാമ്പഴ സീസണൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഫ്രൂട്ട് തയ്യാറാക്കാനായിട്ട് ഇവിടെ നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താ ഇതുപോലെ നല്ലപോലെ കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. തൊലിയൊക്കെ ഒന്ന് ആദ്യമേ കട്ട് ചെയ്തെടുക്കാം. തൊലി കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം, അല്ലാതെ വേറൊരു പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റിയൊരു ഐഡിയ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് കഷ്ണിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വരയിട്ട് ഒന്ന് നമ്മുടെ തൊലി ഒന്ന് നിവർത്തി കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് വടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാങ്ങ ഒരു സ്പൂൺ കൊണ്ട് എടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എടുത്താലും അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒന്ന് എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മാങ്ങ, ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കപ്പ് അളവ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു 1/4 കപ്പ് പച്ചമാങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, അധികം പുളിയില്ലാത്ത പച്ചമാങ്ങ. അതിനുശേഷം അടുപ്പത്ത് ഒരു 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ആ 2 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് നല്ല പഴുത്ത മാങ്ങയും 1/4 കപ്പ് നമ്മുടെ പച്ചമാങ്ങയും 1/4 കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ മാങ്ങയൊക്കെ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കത് ഒന്ന് ഓഫാക്കി വയ്ക്കാം. അതിനുശേഷം ഇതൊന്ന് ആറി വരട്ടെ. ആറി വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ആദ്യമേ നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ ബാക്കി വരുന്ന നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തതിന് ശേഷം അതുപോലെ തന്നെ ആ അരിപ്പയിലിട്ട് ഒന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് ഈ നാര് പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ അതിനകത്ത് പോകാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ ഇതുപോലൊരു വലിയ അരിപ്പയിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇവിടെ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ നാരുകളൊക്കെ ബാക്കി വരും, അത് നമുക്ക് ആവശ്യമില്ല. അതങ്ങോട്ടും മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കി അരിച്ചെടുത്ത അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നല്ല കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്, കുറച്ചും കൂടി നമുക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. തണുത്ത വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൂട്ടിയുടെ ആ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, ആ ഒരു ഇതിൽ വരെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൂട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കടയിൽ നിന്നൊക്കെ പ്രിസർവേറ്റീവ്സ് ഇറങ്ങിയ ഫ്രൂട്ടി മേടിച്ച് കൊടുക്കുന്നതിനൊക്കെ ഉള്ളതെല്ലാം നമ്മുടെ മാമ്പഴ സീസൺ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. കുഞ്ഞുങ്ങൾക്ക് അപ്പം ചോദിക്കുമ്പോൾ തന്നെ എടുത്തു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.